പ്ലസ് ടുവിന് ശേഷം ഒരു വർഷം പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുക. ശേഷം 2024 നീറ്റ് എക്സാമിൽ 708 എന്ന് പറയുന്ന ഡ്രീം സ്കോറിലേക്ക് എത്തിച്ചേരുക. അതെ, അരവിന്ദാണ് എനിക്കൊപ്പം ഇന്നുള്ളത്. നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ക്യാമ്പസ് കാണുന്നതിനും അധ്യാപകരെയൊക്കെ ഒരിക്കൽ കൂടി മീറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അരവിന്ദും ഫാമിലിയായിട്ട് നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരോട് റിസൾട്ടിന് ശേഷമുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അരവിന്ദ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? നല്ല സന്തോഷമുണ്ട്. അത് മാത്രമല്ല ഒരു സമാധാനമുണ്ട്. ഒരു വർഷത്തെ ശരിക്കും കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. ഒരു മിനിറ്റ് പോലും കളയാണ്ട് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് മാത്രമാണ് ഇത്ര ഒരു സ്കോറിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അതുകൊണ്ട് നല്ലൊരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അപ്പോൾ 700-ന് മുകളിലേക്ക് ഒരു സ്കോറിലേക്ക് എത്താൻ കഴിയുമെന്ന് ഉള്ളൊരു പ്രതീക്ഷ, എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? എൻ്റെ ഒരു 700 ആയിരുന്നു എൻ്റെ ഒരു ടാർഗറ്റ്. 700 ആയിരുന്നു. എങ്ങനെയെങ്കിലും 700 എത്തിക്കണം എന്നായിരുന്നു എൻ്റെ ടാർഗറ്റ്. അപ്പോൾ 708 എത്തുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. പക്ഷെ എക്സാം കുഴപ്പമില്ലായിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? എറണാകുളത്താണ്. എക്സാം സെന്റർ അവിടെ തന്നെയായിരുന്നോ? എക്സാം സെന്റർ എറണാകുളത്ത് കുറച്ച് മാറിയിട്ടായിരുന്നു. എറണാകുളം ജില്ലയിൽ തന്നെയായിരുന്നു. ഒരു ആലുവ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ആ ഒരു എക്സാം അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നൊരു ബോധ്യം ഉണ്ടായല്ലോ. അപ്പോൾ എന്താണ് ചെയ്തത് അതിനുശേഷം? അപ്പം തന്നെ ക്ലാസ് ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു. 3 ദിവസം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം തന്നെ അത് പറഞ്ഞു. മിസ് ചോദിച്ച എക്സാം അങ്ങനെ ഉണ്ടായി, കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. പിന്നെ അപ്പം തന്നെ വീട്ടിലെത്തി അപ്പം തന്നെ ആൻസർ കീ ബ്രില്ലിൽ പബ്ലിഷ് ചെയ്തു. നോക്കിയപ്പോൾ ബാക്കി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിരുന്നു. എനിക്ക് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ 708 എന്നൊരു സ്കോറിലേക്ക് എത്തി. അങ്ങനെ. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് വരാമെന്നുള്ളൊരു തീരുമാനം എങ്ങനെയായിരുന്നു? മോന് ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? അതോ പേരൻസിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു? അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇൻസ്പിറേഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ബയോളജി എടുക്കുമെന്ന്. ഞാൻ ചെറുപ്പം തൊട്ടേ ഒരു എഞ്ചിനീയറിങ്, കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഏതെങ്കിലും ഒരു IIT കയറണം, അല്ലെങ്കിൽ നല്ലൊരു കോളേജ് കയറണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്തോ ഒരു 10th കഴിഞ്ഞ് എനിക്ക് എന്താണെന്ന് അറിയാം, പെട്ടെന്നൊരു ബയോ എടുക്കണം തോന്നി. അങ്ങനെയാണ് ഞാൻ ബയോ എടുക്കണത്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനും അറിയാം ഞാൻ ഒരിക്കലും ബയോ എടുക്കൂല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് പണ്ട് തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടർ ആവണമെന്ന്. പക്ഷെ എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായില്ല. മീൻസ് അതിൻ്റെ ഒരു ഐഡിയ അങ്ങനെ പോയിട്ടില്ല ഞാൻ ബയോ എടുക്കുമെന്നൊക്കെ. പക്ഷെ എന്തോ 10th കഴിഞ്ഞ് ഞാൻ ബയോ എടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ എടുക്കുമ്പോൾ തന്നെ നമ്മളൊരു എൻട്രൻസ് കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യും. അങ്ങനെ ബ്രില്യൻ്റ് ലോങ് ടേമിൽ ജോയിൻ ചെയ്തു. ആദ്യമൊക്കെ ഞാൻ കുറച്ചൊക്കെ പഠിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഫുൾ ഒഴിവാക്കി, ഒന്നും പഠിക്കാണ്ടായി. ഭയങ്കരമായിട്ട് ഉഴപ്പി, നല്ലോണം ഉഴപ്പി. 2 വർഷം നല്ലോണം ഉഴപ്പി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോർഡ് എക്സാം വന്നു. ബോർഡ് എക്സാം വന്നപ്പോൾ എങ്ങനെയൊക്കെയോ ഒന്ന് തട്ടിക്കൂട്ടി പാസ്സായി, അത്രേ ഉണ്ടായുള്ളൂ. മാർക്കുണ്ട്, പക്ഷെ അത് ഒരു ലാസ്റ്റ് ഒരു 2-3 ആഴ്ച പഠിച്ചുണ്ടാക്കിയ മാർക്കായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒരു കഴിവിനനുസരിച്ചുള്ള ഒരു സ്കോറിലേക്ക് എത്തിയില്ല. 99-100 ഒക്കെ മേടിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു അല്ലേ? അങ്ങനെ വെച്ചറിയില്ല. എന്നാലും ഞാൻ നല്ലോണം ഉഴപ്പി. എന്തായാലും 2 വർഷം നല്ലോണം ഉഴപ്പി. എൻ്റെ മാത്സ് ഞാൻ ഉഴപ്പിയിട്ടുണ്ട്. അങ്ങനെ 12th ബോർഡ് എക്സാം കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞു മറ്റേ നീറ്റിൻ്റെ മോഡൽ എക്സാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ ലോങ് ടൈമിൽ. അപ്പോൾ മോഡൽ എക്സാം തുടങ്ങിയിട്ടുണ്ട്, അത് വെറുതെ ഒന്ന് എഴുതാൻ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എന്ന രീതിയിലാണ് ഞാൻ മോഡൽ എക്സാം എഴുതാൻ പോണത് 12th കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ 2-3 മോഡൽ എക്സാം എഴുതി. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നു. മീൻസ് ഒന്നും പഠിക്കാത്ത ഒരാൾ വെച്ച് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ്, ബ്രില്യൻ്റിൻ്റെ എറണാകുളം സെൻ്ററിൻ്റെ ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ മോട്ടിവേറ്റും ചെയ്യും, നല്ല സപ്പോർട്ടും ചെയ്യും. സാധാരണ ഒരു സ്കൂളിലത്തെ ടീച്ചേഴ്സിനെ പോലെ അല്ലായിരുന്നു അവർ. അവർക്ക് ശരിക്കും ആഗ്രഹമുണ്ട് നമ്മൾ നല്ലോണം പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന അവർക്ക് ആഗ്രഹമുണ്ട്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ശരിക്കും പഠിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ഒരു അവസാനത്തെ 1 മാസം ശരിക്കും നല്ലോണം പഠിച്ചു. അങ്ങനെ ഫസ്റ്റ് എനിക്കൊരു 200 സ്കോർ ഉണ്ടായുള്ളൂ. അവസാനം നീറ്റ് 2023 എങ്ങനെയൊക്കെ ഒരു 550 സ്കോർ എത്തി. അപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നു, എനിക്ക് പഠിക്കാൻ പറ്റും, പഠിച്ചാൽ കിട്ടും. അതുമല്ല എങ്ങനെ പഠിക്കണമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമുള്ള ആ ഒരു ജേണി അതെങ്ങനെ ഉണ്ടായിരുന്നു? പാലയിൽ വന്നതിന് ശേഷം ആദ്യം വന്നപ്പോൾ ഭയങ്കരമായിട്ടൊരു അയ്യോ വേണ്ടായിരുന്നു, കഷ്ടപ്പാടായിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു.
പക്ഷേ ഹോസ്റ്റലിലൊക്കെ വന്ന് നിന്ന് ഞാൻ ഇതുവരെ അങ്ങനെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം, മീൻസ് എല്ലാവരും ഇതായിക്കുമ്പോൾ പഠിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് റൂം അടച്ചിട്ടിരുന്ന് അങ്ങനെ പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ പിള്ളേരും, അതുപോലെ ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കെന്തോ അയ്യോ വേണ്ടായിരുന്നു, പറ്റൂല എന്നുള്ളൊരു ഫീലിംഗ് വന്നു. പക്ഷെ ഒരു കുറച്ച് കാലം ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയപ്പോൾ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആയപ്പം പിന്നെ ഓക്കെ ആയി, പിന്നെ നല്ലോണം പഠിക്കാൻ പറ്റി. ഞാൻ പ്രൈഡ് ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ ഒത്തിരി സൗഹൃദങ്ങളൊക്കെ നല്ല ഫ്രണ്ട്സായിരുന്നു ഹോസ്റ്റൽ. ശരിക്കും ഹോസ്റ്റലായിരുന്നു മെയിൻ കാര്യം. ഹോസ്റ്റലിലത്തെ ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോൾ അഭിഷേക് വിജയ് ഫസ്റ്റ് AR1 വന്നില്ലേ, അത് ഞങ്ങളുടെ ഹോസ്റ്റലായിരുന്നു. എൻ്റെ തൊട്ട് അപ്പുറത്തെ റൂമായിരുന്നു. അഭിഷേകൊക്കെ ഞങ്ങൾ ഹോസ്റ്റലിലെ എല്ലാവരും ഏത് സമയം പോയാലും അഭിഷേക് ഞങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അഭിഷേക് എക്സാം എഴുതാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ച് ഞങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പക്കാക്കിയിട്ടേ വിടുള്ളൂ. പക്ഷെ അഭിഷേക് അങ്ങനത്തെ ഒന്നും പ്രശ്നമല്ല. അങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരുന്നു എല്ലാവരും. നമുക്ക് മാർക്ക് കിട്ടുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു കിട്ടിയത്. അവരൊക്കെ കാരണം മാത്രമാണ് ഞാൻ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയും അത്ര നല്ല സ്കോറിലേക്ക് എത്തിയത് തന്നെ. അപ്പോൾ അതായത് ഹോസ്റ്റലിൽ വന്നതിന് ശേഷം ഒരു നല്ലൊരു പിയർ ഗ്രൂപ്പിന്റെ കൂട്ടം കൂടിയപ്പോഴാണ് നമ്മുടെ കഴിവ് മാക്സിമം എന്താണെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് പഠിക്കുന്നത്. പിന്നെ ഈ മോഡൽ എക്സാംസ് ഒക്കെ രണ്ടാമത് തവണ എഴുതുന്ന ഒരു സമയത്ത് ഈ ഒരു സ്കോറിലേക്കൊക്കെ എത്തുന്നുണ്ടായിരുന്നോ? അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ 12th കഴിഞ്ഞ് എഴുതിയപ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ കിട്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, മോഡൽ എക്സാം എങ്ങനെയാണ് വരുന്നത്. ആ ഒരു ഐഡിയ കിട്ടിയതുകൊണ്ട് എനിക്ക് ഈ റിപ്പീറ്റ് ചെയ്തപ്പം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിച്ചു പോകാനും പറ്റി. അവസാനം ഇപ്പോൾ നല്ല സ്കോറും ഉണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ സ്കോറൊക്കെ ഒരു അല്പം ഡൗൺ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? പ്രത്യേകിച്ച് നമ്മുടെ മെന്റർ സപ്പോർട്ട്, അതുപോലെ തന്നെ കോർഡിനേറ്റർമാരുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു മോൻ ആ ഒരു ഘട്ടത്തെ അതിജീവിച്ചത്? ഈ വർഷം ഭയങ്കര ഒരു മാർക്ക് ഒന്ന് കുറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് റാങ്ക് പോകുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ആരും നമ്മളങ്ങനെ കുറ്റപ്പെടുത്തുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ക്ലാസ് ടീച്ചർ ആയാലും ഡയറക്ടേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും അവർക്കും അറിയാം എങ്ങനെ സ്ഥിതി എന്ന് അറിയാം. അതുകൊണ്ട് ആരും എന്നെ കുറ്റപ്പെടുത്തുകയോ വഴക്ക് പറയാനോ വന്നിട്ടില്ല. എല്ലാവരും അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ആയിരിക്കും, അതൊന്നും മൈൻഡ് ആക്കണ്ട, പഠിക്കാൻ എന്നൊരു രീതിയിൽ മാത്രമാണ് അവർ പറയാറ്. ക്ലാസ് ടീച്ചർ എപ്പോഴും പാരൻസിനെ വിളിക്കും, ചോദിക്കും ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തുകൊണ്ടാ ഇപ്പോൾ ഒരു എക്സാമിന് മാർക്ക് പറഞ്ഞാൽ അവർ ചോദിക്കും. അത് കുഴപ്പമില്ല, അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. അങ്ങനെ അതാകുമ്പോൾ നമുക്കൊരു പ്രഷറെ തോന്നിയിട്ടുണ്ടായില്ല എനിക്ക്. അങ്ങനെയാണ് എക്സാം എഴുതിയത്. അപ്പോൾ അരവിന്ദിൻ്റെ ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള യാത്രയിൽ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്ന പേരൻസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളും ചോദിക്കാം. സാറിൻ്റെ പേര്? എൻ്റെ പേര് ചന്ദ്രൻ. എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ അമ്പലമുകളിൽ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിൽ വർക്ക് ചെയ്യാണല്ലേ. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ? ഈ ഘട്ടത്തിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അവനെ ശരിക്കും പറഞ്ഞാൽ ഈ +2, +1, +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് പുള്ളി ഇപ്പം പറയുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒന്നും പുള്ളിക്ക് ശരിക്കൊരു ഐഡിയ ഒന്നും ഉണ്ടായില്ല. ഇവിടെ വന്നപ്പോഴാണ് എന്താണ് ഫിസിക്സ്, എന്താണ് കെമിസ്ട്രി, എന്താണ് ബയോളജി എന്നൊക്കെ പുള്ളി മനസ്സിലാക്കുന്നത്. സ്കൂളിൽ നിന്ന് പുള്ളിക്ക് ആ രീതിയിലുള്ളൊരു സപ്പോർട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി പഠിച്ചു, വളരെ നല്ലതായിട്ട് തന്നെ പഠിച്ചു. പിന്നെ ഈ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ. അവിടുത്തെ വിദ്യാർത്ഥി ആ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. അവർ ഫ്രണ്ട്ലി അപ്രോച്ചാണ്, കൊടാന്നൊക്കെ വിളിച്ചിട്ടുള്ള ഒരു അപ്രോച്ച്. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ മിക്ക സൺഡേസും ഇവിടെ വരുമായിരുന്നു ഈ മോഡൽ എക്സാം ഒക്കെ നടക്കുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഒരു ചായയൊക്കെ കഴിച്ച് ഇവനോട് ചായ കഴിച്ചു. അപ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. ഈ ലൊക്കേഷൻ തന്നെ എനിക്ക് ആ രീതി തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു ഇത്. പിന്നെ പുള്ളി പഠിച്ചു, നല്ല രീതിയിൽ തന്നെ പഠിച്ചു, ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ പുള്ളിയുടെ തന്നെ ഒരു ആഗ്രഹം ചെറുപ്പം മുതലേ ഇങ്ങനെ പുള്ളി പറഞ്ഞു എഞ്ചിനീയറിംഗ് ആയിരുന്നു ആഗ്രഹം എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇനി മെഡിസിൻ ഫീൽഡിലോട്ട് പോകണം എന്ന് തീരുമാനിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു അല്പം പുള്ളി ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ ടെക്നിക്കലി വളരെ ഇതാണ്. ഓരോ സാധനങ്ങൾ ടെക്നിക്കലി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ പുള്ളി ഇവിടെ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഡ്രോൺ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് അത് ഡൽഹി എക്സിബിഷനിൽ പുള്ളി പ്രസൻറ്റ് ചെയ്തു, അവിടുന്ന് പ്രൈസ് കിട്ടി. അങ്ങനെ അത് പുള്ളി ഒന്ന് ഇവിടെ ആക്കി. പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടിയുള്ള അതിൻ്റെ പേരിന് KDISC മറ്റൊരു ഇതുണ്ട്. ആ പുള്ളി ഈ പ്രൊജക്റ്റും കൊണ്ട് തിരുവനന്തപുരത്ത് പോയിട്ട് അവരുടെ പ്രസൻസിൽ ഇത് അതിൻ്റെ ഇതിൽ പുള്ളി അവിടെ പ്രസൻറ്റ് ചെയ്തു. ഈ ഇത് ചെയ്തു. അവർക്ക് ഭയങ്കര ഇതായിട്ട് അവന് ഗോൾഡ് കാറ്റഗറിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പോൾ പിന്നെ പുള്ളിയോട് അവനോട് ചോദിച്ചാൽ നിനക്ക് ഇതിങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി തരാൻ വേണ്ടി എത്ര വേണോ? പുള്ളി 25,000 രൂപ എനിക്ക് വേണ്ടുള്ളൂ. അങ്ങനെ ഒരു ഇതാ വെച്ചാൽ അവന് അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് 15-10 രൂപ അയച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ കോവിഡ് വന്നു. പിന്നെ കോവിഡ് വന്നപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ പാർട്സൊക്കെ പുള്ളി വാങ്ങിക്കുന്ന ഒന്നും
കിട്ടാതെ ഇപ്പോൾ പുള്ളി അതങ്ങോട്ട് നിർത്തി വെച്ചത്. അപ്പോൾ ഞങ്ങൾ ചേട്ടാ അത്രയും അവർ പൈസ ഒക്കെ നീക്കല്ലേ എന്തോ അവിടുന്ന് പിന്നെ പുള്ളിക്ക് അവിടുന്ന് അവർക്ക് താല്പര്യം ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും സംശയം എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണെന്നുള്ള പുള്ളിക്ക് എന്തോ ഒരു ബാഡ് ഫീലിംഗ് ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. അതന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ നിന്നാണോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് പറയുമ്പോൾ അവന് ദേഷ്യമാണ്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ദേഷ്യമാണ്. ചെറിയ 5ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഇത് ഓരോ ലൈറ്റ് ഇപ്പോൾ ഞങ്ങൾ റോഡ് കൊണ്ടുവെക്കും, ആൾക്കാർ പാസ് ചെയ്ത് പോകുമ്പോൾ അത് ബ്ലിങ്ക് ചെയ്യും. ഇങ്ങനെ ഓരോ പരിപാടികൾ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ ഫ്രണ്ട്സ് ഇപ്പോൾ പറയുന്നത് അവൻ്റെ ഫീൽഡ് എഞ്ചിനീയറിംഗ് തന്നെയാണെന്ന്. പിന്നെ ഇങ്ങനെ വന്ന് എന്നാലും സന്തോഷം തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് കറക്റ്റ്, അവൻ്റെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇത് കറക്റ്റ് തന്നെയാണെന്ന് തോന്നുന്നത്. അത്തരത്തിലുള്ള കഴിവുകളും ഇതിനോടൊപ്പം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമല്ലോ. അതെ മെഡിസിൻ്റെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം ജന്മന ഉള്ള ഒരു സ്കിൽ എന്ന് പറയുന്നത് അത് മുമ്പോട്ട് അതുപോലെ തന്നെ കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ. അപ്പോൾ അരവിന്ദിൻ്റെ കരിയറിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു ഈ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ എന്താണ് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവനും ബ്രില്യൻറ്റിനും മാത്രമാണ്. ഞങ്ങളത് സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾ മാക്സിമം ചെയ്തു. പക്ഷേ അവൻ്റെ മാക്സിമം അവൻ ഈ ഒരു വർഷം അവൻ ആദ്യം ഒരു ഉഴപ്പനായിരുന്നു, അതൊക്കെ മാറി ഇവിടെ ബ്രില്യൻറ്റിൽ വന്നതിന് ശേഷമാണ് അവന് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും മോട്ടിവേഷനും എല്ലാം കൊണ്ടും അവൻ ഇത്രയും മാർക്ക് അവന് സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അരവിന്ദിനെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തെ ആ ഒരു ജേണിയിൽ പെട്ടെന്ന് ബ്രില്യൻറ്റിന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്ത് കാര്യമാണ്? ബ്രില്യനിലേക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് വരുന്നത് ഡയറക്ടേഴ്സ്, മറ്റേ ഹോസ്റ്റൽ വാർഡൻസ്, ക്ലാസ് ടീച്ചർ. ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുമ്പം ടോം സാറും ആഷിൽ സാറും ആയിരുന്നു. അവർ ഒരിക്കലും അങ്ങനെ വഴക്കോ ഒരു പ്രശ്നത്തിനും വരാറില്ല. അവരെപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യും, കാണുമ്പോൾ ചിരിച്ച്, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു പ്രഷറോ ഒരു അൺകംഫർട്ടബിൾ ഒന്നും തോന്നിയിട്ടില്ല. അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുമായിരുന്നു. മാർക്ക് കുറയുമ്പോൾ എങ്ങനെ പഠിക്കണം, ഇനി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നോക്കണം, അങ്ങനത്തെ ഒരു ഇതിൽ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചർ നയനാമിസ് ആയിരുന്നു. നയനാമിസ് ആയാലും എപ്പോഴും വിളിക്കുന്നു, അങ്ങനെ അന്വേഷിക്കുന്നു, എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ ബാക്കിയുണ്ട് കവർ ചെയ്യാൻ, അതിനൊരു സൊല്യൂഷൻ തരുന്നു. അതുകൊണ്ട് അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്ര ഒരു നല്ലോണം പഠിക്കാൻ പറ്റിയതും ഇത്ര നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റിയതും. പിന്നെ അവസാനമായപ്പോൾ എനിക്ക് ഇങ്ങനെ ടൈം കിട്ടാതായപ്പോൾ കുറേ പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പോൾ നയനാമിസാണ് പറഞ്ഞത്, അതായത് ബയോളജി കഴിഞ്ഞിട്ട് സാധാരണ ഞാൻ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആണ് എഴുതാറ്. അപ്പോൾ അവസാനമായപ്പോൾ നയനാമിസ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ബയോളജി കഴിഞ്ഞിട്ട് ഫിസിക്സ് എഴുതിയിട്ട് കെമിസ്ട്രിയിലേക്ക് വരാൻ. അങ്ങനെ എഴുതി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു 700 എബവ് സ്കോറിലേക്ക് എത്താൻ പറ്റിയത് അല്ലേ. അതായിരുന്നു എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നീറ്റ് എഴുതിയത് ആ രീതിയിലായിരുന്നു? ആ രീതിയിൽ തന്നെയായിരുന്നു നീറ്റ് എഴുതിയത്. അതുകൊണ്ട് എനിക്ക് അത്ര സമയത്തിന് ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരവിന്ദിനെ സംബന്ധിച്ച് ഇനി ഒരു ക്യാമ്പസ്, ഒരു ഡ്രീം ക്യാമ്പസ് എന്നുള്ള നിലയിൽ മനസ്സിലൊരു ക്യാമ്പസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേതാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇഷ്ടമാണ്. പിന്നെ ഏതെങ്കിലും ഒരു എയിംസിൽ കയറാം, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതാണ് നല്ലൊരു എയിംസ് അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലേ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തട്ടെ. അഡ്മിഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നല്ലൊരു സ്ഥാപനത്തിൽ തന്നെ, നല്ലൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വർഷം ഇനി നീറ്റ് എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികളോട് എന്തെങ്കിലും ഒരു പറയാനുണ്ടോ? പഠിക്കാൻ വരുന്നവരോട് നിങ്ങളിവിടെ ഉള്ള സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 1 മിനിറ്റ് പോലും കളയാണ്ട് പഠിച്ചാൽ സുഖമായിട്ട് നല്ലൊരു സ്കോറിലേക്ക് എത്താവുന്നേ ഉള്ളൂ. മാക്സിമം വർക്ക് ചെയ്യുക. അത് നിങ്ങൾ പഠിച്ചെത്തുന്നതെന്നല്ല, നിങ്ങളുടെ മാക്സിമം വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ലക്ക് ഫാക്ടറും കൂടെ വരും. നിങ്ങൾ അറിയാണ്ട് നിങ്ങൾ ആ സ്കോറിലേക്ക് എത്തും. അതുകൊണ്ട് മാക്സിമം വർക്ക് ചെയ്യുക. ബ്രില്യൻ്റ് തരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാ ഫെസിലിറ്റീസും യൂട്ടിലൈസ് ചെയ്യുക. മോഡൽ എക്സാം ഒക്കെ കറക്റ്റായിട്ട് എഴുതുക. ക്ലാസ് ഒന്നും വിടാണ്ട് അറ്റൻഡ് ചെയ്യുക. അത്രയൊക്കെ തന്നെ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.